റേഡിയൻ ബിസിനസ് കൺസൾട്ടൻസ് ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ കൂടി ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ ഡീഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞു, രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ കൂടി ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ ഡീഡാണ്. നമുക്കറിയാം, കേരളത്തിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അത് എഴുതുന്ന ഡീഡ്, അതായത് ആ സ്റ്റാമ്പ് പേപ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5000 രൂപയാണ്. അപ്പോൾ 5000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലായിരിക്കണം ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഡീഡ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എത്ര പാർട്ട്നേഴ്സാണോ ഈ ഒരു പാർട്ട്ണർഷിപ്പിലുള്ളത് അവരുടെ പേരും അഡ്രസ്സും, കംപ്ലീറ്റ് അഡ്രസ്സും, പറ്റുമെങ്കിൽ ആധാർ നമ്പർ അടക്കം എന്ത് ചെയ്യണം, ഈ ഒരു ഡീഡിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പേര്, ഈ ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്, ആ സ്ഥാപനം എന്താണ്, ആ സ്ഥാപനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് എവിടെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൽ വരുന്ന പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, എത്രയാണ് ഓരോ പാർട്ട്നേഴ്സും കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയാണ്, ഈ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം ഭാവിയിൽ അത് ഇൻ കേസ് ഈ ഒരു പാർട്ട്നേഴ്സിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം മുന്നോട്ട് പോവേണ്ടത്, അതല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണറെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ആരെല്ലാമാണ് ഇതിൻ്റെ ഓതറൈസ്ഡ് സിഗ്നേറ്ററി, ബാങ്കിലോ മറ്റു കാര്യങ്ങളിലൊക്കെ സൈൻ ചെയ്യുന്ന വ്യക്തികൾ ആരെല്ലാമാണ്, ഈ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പരിഹരിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥാപനം എങ്ങനെയാണ് തുടരേണ്ടത്, ആ സ്ഥാപനം ക്ലോസ് ചെയ്യണോ അതല്ലെങ്കിൽ ആ സ്ഥാപനം തുടരുമോ, അതിൽ പുതിയ ഈ ഒരു മരണപ്പെട്ട പാർട്ട്ണർക്ക് പകരം വേറൊരു വ്യക്തി വരുമോ, എങ്ങനെ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിലെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ അതിൽ കൊടുത്തിട്ടുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ബിസിനസ് കൊടുക്കുമ്പോൾ ഒരു അഡ്രസ്സ് നമ്മൾ മെൻഷൻ ചെയ്യും. അപ്പോൾ ആ ഒരു അഡ്രസ്സ് മേ ബി നിങ്ങൾക്ക് മാറ്റങ്ങൾ വരാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൂടെ, അതായത് നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ബിസിനസ് ഒരു ലൊക്കേഷനിലായിരിക്കാം, ഭാവിയിൽ ആ ലൊക്കേഷൻ മാറാം. അപ്പോൾ ആ ഒരു ക്ലോസ് നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എൻട്രി ചെയ്തിരിക്കണം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, പല ആളുകളും പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യും. ആ ഡീഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പാൻ കാർഡിന് അപേക്ഷിക്കുക. അപ്പോൾ ആ ഒരു പാൻ കാർഡ് വെച്ചിട്ട് നമ്മൾ GST രജിസ്ട്രേഷന്, അതല്ലെങ്കിൽ മറ്റു ലൈസൻസുകൾക്കൊക്കെ ഈ ഒരു പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ, ഇതിനൊക്കെ നമ്മൾ ഈ ഒരു പാൻ കാർഡാണ് യൂസ് ചെയ്യുക. ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് GST എടുക്കാൻ പറ്റും, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. നിങ്ങളുടെ ഒരു ബിസിനസ് റണ്ണ് ചെയ്യാൻ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് മതി. എന്നാൽ ഈ ഒരു സ്ഥാപനത്തിലൊരു കോൺഫ്ലിക്റ്റ് വരികയാണ്, ഒരു ഇഷ്യൂ വരികയാണ്. അപ്പോൾ അത് ലീഗലി നിങ്ങൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ, ലീഗലി അതിന് പോകണമെങ്കിൽ, ലീഗലായിട്ട് ആ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഗ്രൂപ്സ് എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യണം, ഇത് വെരിഫൈ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ ഇതിന് ചെറിയൊരു എക്സ്പെൻസ് വരും. അപ്പോൾ ഈ ഒരു എക്സ്പെൻസ് ഒഴിവാക്കിക്കൊണ്ട് പല ആളുകളും എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു രജിസ്ട്രേഷൻ, അതല്ലെങ്കിൽ ഗ്രൂപ്പ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാതെ പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ലീഗലി എന്തൊരു ഇഷ്യൂ വരുന്ന സമയത്ത്, ലീഗലി പോകുന്ന സമയത്തായിരിക്കും ഈ ഒരു കാര്യങ്ങൾ പല ആളുകളും നോക്കുക. അപ്പോൾ ഇങ്ങനെ ഇതുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാവും. അപ്പോൾ ചെറിയൊരു എക്സ്പെൻസ് കൂടിയാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പ്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. മറ്റൊരു കാര്യമുള്ളത്, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ 30% നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് ആയിട്ട് കൊടുക്കണം. നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്രയാണോ സെയിൽ, അതിന് മറ്റു ചിലവുകൾ, പർച്ചേസിൻ്റെ മറ്റു ചിലവുകളെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, 30% നിങ്ങൾ ടാക്സ് കൊടുക്കണം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ. എന്നാൽ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്, അതായത് ഒരു വ്യക്തി നടത്തുന്ന ബിസിനസ് ആകുമ്പോൾ അതിൽ ഒരുപാട് ഇളവുകളുണ്ട്. മറ്റു സെക്ഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാക്സ് അടക്കാൻ, അതല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൊപ്രൈറ്റർഷിപ്പിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ അങ്ങനത്തെ ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാവില്ല.
പ്രോഫിറ്റിൻ്റെ 30%. പക്ഷേ ഒരു 2-3 കൂടുതൽ വ്യക്തികൾ തുടങ്ങുന്ന സ്ഥാപനമാകുമ്പോൾ തീർച്ചയായിട്ടും അത് പാർട്ട്ണർഷിപ്പ് തന്നെ പോകണം. എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ അതിലൊരു വ്യക്തിക്ക് മാത്രം ആ ഒരു ബാധ്യത വരും. ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ ചെയ്യാറുണ്ട്, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആരെങ്കിലും 3-4 പേര് ഒരു ബിസിനസ് സംരംഭം തുടങ്ങും. അത് ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയുടെ പേരിൽ എല്ലാ ലൈസൻസും എടുക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ആ ഒരു വ്യക്തി പറയാണ് ഇത് എൻ്റെ ഭാവിയിൽ ഒരു 4-5 വർഷം കഴിഞ്ഞ് ഇത് വലിയൊരു കമ്പനി ആയിട്ട് മാറി, വളരെ പോപ്പുലറായി. അപ്പോൾ ആ ഒരു വ്യക്തി പറയുന്നത് ഇത് എൻ്റെ സ്ഥാപനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല, ബാക്കി പാർട്ട്നേഴ്സിനെ അത് അംഗീകരിക്കുക എന്നുള്ളൊരു ഓപ്ഷനുള്ളൂ. അതല്ല എങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് പോകണം. ഇനി അതിൻ്റെ മറ്റൊരു നെഗറ്റീവ് വശം നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിന് വലിയൊരു നഷ്ടം വരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരെ പേരിലാണോ ലൈസൻസ് എടുത്തിട്ടുള്ളത് അവർക്ക് മാത്രമായിരിക്കാരം. അതൊരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാണെന്ന് ഈ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും എടുത്തിട്ട് പോകണം. ഞാൻ ഈ ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള പ്രധാന കാരണം, ഈ ഒരു ആനുകൂല്യങ്ങൾ എല്ലാവരും നോക്കും, അതുകൊണ്ട് ഒരു വ്യക്തിയുടെ പേരിൽ രജിസ്ട്രേഷൻ എടുത്ത് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഇതാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു രജിസ്ട്രേഷൻ എടുക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്തുള്ളത്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്ന ആളുകളായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ ഞാനിതൊരു മറ്റൊരു വീഡിയോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അതല്ലെങ്കിൽ LLP രജിസ്ട്രേഷൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ അതല്ലെങ്കിൽ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പാർട്ട്ണർഷിപ്പ് ആണോ LLP ആണോ നിങ്ങൾക്ക് ഉചിതം എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ തീരുമാനം എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.